ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പോകുന്നത് 28 years later എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 days later, 28 weeks later എന്ന രണ്ട് സിനിമകളുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ തേർഡ് സിനിമ വന്നിരിക്കുന്നത്. ഈ സിനിമയിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് പാർട്ടുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഈ ഒരു വൈറസ് ഒരു ലാബിൽ നിന്നും എസ്കേപ്പ് ആവുന്നു, അത് മനുഷ്യരെ സോംബികളായി മാറ്റുന്നു. ഈ മൂന്നാമത്തെ പാർട്ടിലെത്തുമ്പോൾ കുറേ ആൾക്കാർ ഐസൊലേറ്റഡ് ആയിട്ട് സ്കോട്ട്ലൻഡിലെ ഒരു വില്ലേജിൽ, ഒരു ഐലൻഡിൽ താമസിക്കുവാണ്. വില്ലേജ് അല്ല, ഒരു ഐലൻഡിൽ താമസിക്കുവാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു പയ്യനാണ് സ്പൈക്ക്. അവനൊരു 10-12 വയസ്സ് പ്രായമുണ്ടായിരിക്കും. അവൻ്റെ അമ്മയും കൂട്ടി, അവൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ, അവൻ്റെ അമ്മയും കൂട്ടി ദൂരെയുള്ളൊരു ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഐലൻഡിൻ്റെ വെളിയിൽ വന്നാൽ മാത്രമേ അവൻ ആ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഐലൻഡിൻ്റെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സോംബി ലാൻഡാണ്. അപ്പോൾ അവൻ വെളിയിൽ വരുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ സിനിമയുടെ ഒരു റിവ്യൂ പാർട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ വയലൻസ് സീക്വൻസുകളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രം ഇത് കാണാനായിട്ട് പോയാൽ മതി. കാര്യം എക്സ്ട്രീം വയലൻ്റാണ്. നിങ്ങൾ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ക്യാമറ ആംഗിൾസും ഷോട്ട്സും എക്സിക്യൂഷൻസും ഒക്കെ ഉണ്ട്. അത് ചില സീനൊക്കെ നമുക്ക് ഞാൻ ലിറ്ററലി കണ്ണടച്ചു. കാര്യം അത്രയും വയലൻ്റ് ആയിട്ടുള്ള സീൻസ് ആ സിനിമയിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഇന്ത്യയിൽ അറിയത്തില്ല ഇത് ഇറങ്ങുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ട്യൂൺഡ് അപ്പായിട്ട് ഇറങ്ങുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ ഈ സിനിമയ്ക്കുണ്ട്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആൻ്റണി മാൻഡലാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഡാനി ബോയ്, അതായത് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. സിസിലിയൻ മർഫിയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അലക്സ് ഗാർലൻഡാണ് ഇതിൻ്റെ റൈറ്റർ. ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും സിനിമാറ്റോഗ്രാഫിയെല്ലാം എക്സലൻറ്റ് സിനിമാറ്റോഗ്രാഫിയാണ്. കാര്യം ഷോർട്സിലെ കളർ പാലറ്റ്സ് ഒക്കെ ഒരു വേറെ ലെവലാണ്. ആ ഓരോ കളർ ടോണിങ്ങും ആ സീക്വൻസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ അത് നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തരും. അതായത് ഈ ഭയങ്കര റോ വയലൻസും ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിംസും ഒക്കെ കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ആൻഡ് ഫ്രെയിംസൊക്കെയാണ് ഈ പടത്തിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ്. സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലേറ്റർ പാർട്ടിലോട്ട് വരുമ്പോൾ, അതായത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു ഫൈനൽ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് പടത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ബിൽഡപ്പ് നല്ലവണ്ണം ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കരമായ വയലൻസാണ്, കൊടൂര വയലൻസാണ്. ഞാൻ വയലൻസ് സിനിമകൾ കാണുന്ന ഒരാളല്ല അങ്ങനെ. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് റാൽഫ് ഫിനസിൻ്റെ പെർഫോമൻസൊക്കെ ഗംഭീരമായ പെർഫോമൻസാണ്. അതുപോലെ തന്നെ ആ കൊച്ചുകുട്ടിയുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന പയ്യൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസാണ്. ആ സിനിമയിൽ ഉടനീളം അവനെ ബേസ് ചെയ്തിട്ടാണ് പടം പോകുന്നത്. അത് നല്ല രീതിയിൽ അവൻ ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിത്രം തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണാനായിട്ട് ശ്രമിക്കുക. തിയേറ്ററിൽ കാണാൻ വെറുത്തായിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ചില സീനൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോണമെന്നോ അല്ലെങ്കിൽ കണ്ണടയ്ക്കണോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരയ്ക്കും. ബൈ.